ഇന്ത്യ ന്യൂസിലൻഡ് രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ കളി തോറ്റിരിക്കുകയാണ്. ആരാധകർ നിരാശപ്പെട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന. ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയുടെ രോഹിത് ശർമ്മ, കോഹ്ലി, ശുഭ്മാൻ ഗില്ല്, രാഹുൽ എന്നിവരുണ്ടായിട്ടും ഇന്ത്യക്ക് കളി ജയിക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരും ഇന്ത്യക്ക് എന്ത് പറ്റി, ഗില്ല് വരുമ്പോൾ മാത്രം ഇന്ത്യക്ക് എന്ത് പറ്റി എന്നാണ് ചിന്തിക്കുന്നത്. കളി തോറ്റ ശേഷം ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് അയക്കപ്പെട്ട ഇന്ത്യ ഇന്ന് 254 റൺസാണ് എടുത്തിരുന്നത്. 7 വിക്കറ്റ് നഷ്ടമായി. ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഇതൊരു ചെറിയ സ്കോറാണ്. ഇങ്ങനെയാണ് ഇന്ത്യ തോക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കോഹ്ലി, രോഹിത് ശർമ്മ അടങ്ങിയ സീനിയർ താരം ഒരുപാട് മാച്ച് ഫോമിലാണ്. ശർമ്മ ഫോമിലേക്ക് തിരിച്ചെത്തണം. അതുപോലെ തന്നെ രാഹുലിൻ്റെ ഇന്നത്തെ സെഞ്ചുറി ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട്. 5ാമത് ഇറങ്ങിയിട്ടാണ് രാഹുൽ സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഏകദിന ടീമിന് മാറ്റങ്ങൾ അനിവാര്യമാണ്. സഞ്ജുവിനെ പോലുള്ള യുവതാരങ്ങൾക്ക് ഏകദിനത്തിൽ പരിഗണന നൽകണം. സഞ്ജുവിനെ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. ശക്തമായി ഞങ്ങൾ തിരിച്ചു വരും എന്ന് ഗംഭീർ വ്യക്തമാക്കി. രോഹിത് ഇന്ന് അതുപോലെ തന്നെ ഫോം ഔട്ടായിരുന്നു. വലിയ ഫിറ്റ് അടിച്ചു. പക്ഷെ ഇന്ന് മാച്ച് കളി ആരും പ്രതീക്ഷിക്കാത്ത കളി കാഴ്ചവെച്ച രാഹുലായിരുന്നു. രാഹുൽ ഇന്ന് ഒരറ്റത്ത് വിക്കറ്റ് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നപ്പോഴും ഒറ്റയ്ക്ക് 112 റൺസോളം അടിച്ചു കൂട്ടി. അതാണ് ഇന്ത്യക്ക് 254 എന്ന മാന്യമായി സ്കോറിലെങ്കിലും എത്തിച്ചത്. ന്യൂസിലൻഡ് വിജയലക്ഷ്മി ഈസി ആയി മറികടന്നു. സ്റ്റാർട്ടിങ്ങിൽ ന്യൂസിലൻഡിൻ്റെ വിക്കറ്റ് നേടാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല. അതുതന്നെ ഡാരൽ മിച്ചലിൻ്റെ മികവിൽ അനായാസം ന്യൂസിലൻഡ് ലക്ഷ്യത്തിലെത്തി. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് 3ാം ഏകദിനം 18-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ്. 1-1 സമനില ആയതുകൊണ്ട് തന്നെ 3ാം ഏകദിനം വളരെ ആവേശകരമായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് ബൈ.